ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള ഡ്രിങ്കാണ്. നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ ഒരു ചൂട് സമയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ, അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അധികം ചിലവൊന്നുമില്ലാത്ത ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് വത്തക്ക വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം പകുതി വത്തക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള അല്ലെങ്കിൽ കുറച്ച് വലിയ വത്തക്കയാണെങ്കിലും അതിൻ്റെ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് നല്ലോണം ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ചെറുതാക്കിയിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഒന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു പകുതി നാരങ്ങയോളം നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ തിളപ്പിച്ച് ചൂടാറിയ പാലാണ് 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റുഅബ്സ സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള 1 ടീസ്പൂൺ റുഅബ്സ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു കളറും കിട്ടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് പഞ്ചസാര കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഇതുപോലെ സെർവ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇനി മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതും കൂടി കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ, തണുപ്പിച്ച് സെർവ് ചെയ്താൽ മതി. അപ്പോൾ സംഭവം വരഞ്ഞൊരു ഫ്ലേവറാണ് എല്ലാം കൂടി ഇതിലോട്ട് വരുമ്പോൾ. റുഅബ്സ സിറപ്പും മിൽക്ക് മെയ്ഡും നാരങ്ങ നീരും എല്ലാം കൂടി വരുമ്പോൾ വരഞ്ഞൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഒരിച്ചിരി റുഅബ്സ സിറപ്പ് ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്പാക്കി കൊടുക്കുക കേട്ടോ സൈഡിൽ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, ഓപ്ഷനലാണ്. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഒരിച്ചിരി കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് നമുക്ക് മുകളിലോട്ട് സൈഡിലോട്ടൊക്കെ ഒരു ഇച്ചിരി ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ലെമൺ മിൻറ്റ് ആണ്. അപ്പോൾ ഇത് ടാങ്ക് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബ്ലെൻഡറിലോട്ട് ഞാനിവിടെ ഒരു 10 പുതിന ലീഫ്, അതുപോലെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന ലീഫൊക്കെ കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ടാങ്കിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലെമൺ ഫ്ലേവറിലുള്ള ടാങ്കിൻ്റെ പൗഡറാണ്. അതുപോലെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒരു 4 ഗ്ലാസ് അല്ലെങ്കിൽ 5 ഗ്ലാസ് വരെ നമുക്ക് സെർവ് ചെയ്യാനുള്ള അളവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ആദ്യം കുറച്ച് ചേർക്കുന്നെങ്കിൽ കുറച്ച് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ബാക്കി പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു 5 ഗ്ലാസ്സൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. വലിയ ഗ്ലാസ് ആണെങ്കിൽ 4 ഗ്ലാസ് ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരുപാട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പുതിനയൊക്കെ ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. അങ്ങനെ അരച്ചെടുക്കണ്ട. എന്നിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പിച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ പൗഡറിന് പകരം നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ലെമന് ചേർത്ത് കൊടുക്കാം. 1.5 ലെമനൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ലെമൺ ഫ്ലേവറിന് പകരം ടാങ്കിൻ്റെ പൗഡർ നിങ്ങൾക്ക് വേറെ ഫ്ലേവർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ലെമൺ മിൻറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ നാരങ്ങ വെച്ച് ചെയ്യുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 നല്ല പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരും.
പിന്നെ നമുക്കിതിലോട്ട് വെള്ളം ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെയാണ് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കിതിലോട്ടിന് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൊത്തത്തിലൊരു മീഡിയം സൈസിലുള്ള ഒരു 4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് പാലൊന്നും ചേർക്കാതെ നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 4 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പഴവും കസ്കസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. കൂടുതലും റംസാനിലും ചൂടുള്ള സമയത്തും ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 മൈസൂർ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര, നമുക്ക് എത്രയാണോ ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് പിന്നീടും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഈ പഴവും പഞ്ചസാരയും നന്നായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൈസൂർ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. പഴുത്ത പഴം എടുക്കാൻ നോക്കുക. ഒരു 2-3 പഴം എടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര, നമുക്ക് എത്രയാണോ ഡ്രിങ്ക് വേണ്ട അതിനനുസരിച്ച് പഞ്ചസാരയും പഴവും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 3 പഴവും ഇതിലോട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിപ്പോൾ ഇത്രയും മതി. ഇപ്പം ഞാനൊരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഈ പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2-3 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഇനി കുതിർത്ത് വെച്ച കസ്കസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം കസ്കസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഈ ഒരു കസ്കസും പഴവും ഒക്കെ ചേരുമ്പോൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി ലെമന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലെമന് ചേർത്ത് കൊടുക്കുന്നില്ല. നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു പകുതി നാരങ്ങയൊക്കെ മതിയാകും. കാസർഗോഡൊക്കെ പണ്ട് മുതലേ ചെയ്യാറുള്ള ഒരു ഡ്രിങ്കാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു ഡ്രിങ്ക് ഇല്ലാത്ത നോമ്പ് തുറ ഉണ്ടാവില്ല കാസർഗോഡ് മിക്ക വീടുകളിലും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നതും ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴമാണ് കേട്ടോ വേണ്ടത്. ഒരു 8 ഈന്തപ്പഴം കുരു കളഞ്ഞ് അരമണിക്കൂർ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇത് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറുപഴം, 2 ചെറുപഴമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ പഴമാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും, ഡ്രൈ ഫ്രൂട്ട്സും ഏത് വേണമെങ്കിലും എടുക്കാം. ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ വേണ്ടത് പഞ്ചസാര. പാകത്തിന് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേന് ചേർത്ത് കൊടുക്കാം. ഹണിയാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതാദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാല് പാകത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് റോസ്റ്റഡ് കടലപ്പരിപ്പുണ്ടല്ലോ, അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഹെൽത്ത് ഇഷ്യൂസിനാണെങ്കിലും സൗന്ദര്യത്തിനാണെങ്കിലൊക്കെ ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നെച്ചൂരി വെച്ചിട്ടാണ്. ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഗൾഫ് നാടുകളിലൊക്കെ അവിടുത്തെ അറബ്സൊക്കെ സ്ഥിരം കുടിക്കാറുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, 1-2 അല്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇത് നമുക്ക് 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ എന്ന രീതിയാണ്. 3 കപ്പ് വെള്ളമാണല്ലോ ഇപ്പോൾ തിളക്കാൻ വെച്ചിട്ടുള്ള. അപ്പോൾ 3 ടീസ്പൂണ് ഈ ഒരു നെച്ചൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു തരം ഉണങ്ങിയ പൂവാണ് കേട്ടോ ഇത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി തിളക്കാൻ വെച്ചിട്ടുള്ള വെള്ളം തിളക്കുമ്പോൾ ഇതൊരു 3 ടീസ്പൂണ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് നേരം ഒരു മിനിറ്റൊക്കെ 1-2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതൊരു ഗ്ലാസ്സിലോട്ട് ആക്കുന്നത്. ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് കാണിച്ച എല്ലാ ഡ്രിങ്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്